ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടി കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്നത്. ഇന്ന് എൻ്റെ ഡാഡിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ 3 ദിവസമായിട്ട് ഗംഭീരമായിട്ട് ആഘോഷിക്കാനാണ് പ്ലാൻ. അപ്പോൾ എൻ്റെ ഡാഡിക്ക് 65 വയസ്സ് തികയാണ് കേട്ടോ ഈ ഒക്ടോബർ 18-ാം തീയതിക്ക്. അപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേയുടെ ആഘോഷമായിട്ട് ഡാഡിയുടെ വക തന്നെ ഒരു ഗ്രിൽഡ് ചിക്കൻ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരുന്നു. ആ റെസിപ്പി ഞാനിവിടെ ഷെയർ ചെയ്യാണ്. എൻ്റെ ഡാഡിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വലിയൊരു സപ്പോർട്ടാണ് എൻ്റെ ഡാഡി. ഡാഡിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ ഇത്. ഇതിൻ്റെ റെസിപ്പി പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സിനെ പോലെയാണ്. ഒരുപാട് എൻ്റെ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നത് അത്രയും എൻ്റെ ഡാഡി ആയിട്ടാണ്. എൻ്റെ അമ്മയെക്കാളേറെ ഞാൻ ഷെയർ ചെയ്യുന്നത് മൊത്തം എൻ്റെ ഡാഡിയുടെ അടുത്താണ് എല്ലാ കാര്യങ്ങളും. പിന്നെ എന്തിനും എനിക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളാണ് കേട്ടോ എൻ്റെ ഡാഡി. അപ്പോൾ മാത്രമല്ല ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് എനിക്ക് എൻ്റെ ഡാഡിയുടെ കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. മുൻപൊക്കെ ഡാഡി ബർത്ത്ഡേയുടെ സമയത്ത് ഒന്നെങ്കിൽ ഡാഡി ഗൾഫിലായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഗൾഫിലായിരിക്കും. എനിക്ക് പറ്റാറില്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈ 65-ാം വയസ്സിലാണ് എനിക്ക് എൻ്റെ ഡാഡിയുടെ കൂടെ ഡാഡിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റണേ. അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ച് ഗ്രാൻഡായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ കേക്ക് എൻ്റെ മോൻ എൻ്റെ ഡാഡിയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഡാഡിയുടെ ഗ്രിൽഡ് ചിക്കൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതവിടെ ചിക്കനൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. കണ്ടോ, നന്നായി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില ആവശ്യമുണ്ട്. അതുപോലെ അതേ കുരുമുളക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഗരം മസാല, മഞ്ഞൾ, ഉപ്പ്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, 2 ചെറുനാരങ്ങ പിഴിഞ്ഞത്, പിന്നെ കുറച്ച് തൈര് ആവശ്യത്തിന് കേട്ടോ. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഞാനല്ല, ഡാഡിയാണ്. ഇനി ഇത് മൊത്തം നമ്മൾ അരച്ചെടുക്കാൻ പോകണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ആ പേസ്റ്റാണ് ഇവിടെ ഡാഡി പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മൊത്തം ഡാഡി ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മുൻപൊക്കെ ഡാഡി വന്നിരുന്ന സമയത്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഗൾഫിൽ നിന്ന് വരുമ്പോഴൊക്കെ ഞങ്ങൾ വീട്ടിൽ ചെയ്തിരുന്നൊരു കാര്യമാണ് കേട്ടോ. അതാണ് ഞാൻ ഡാഡിയെ തന്നെ ഏൽപ്പിച്ചത്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അടുത്തായിട്ട് ക്രഷ് ചെയ്ത് വെച്ച് പെപ്പർ ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഇത്തിരി അധികം ചേർത്ത് പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ ഇത്. ആ ഒരു ഫ്ലേവറാണ് നമുക്ക് കുറച്ച് മുന്നിൽ നിൽക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുന്നത് മഞ്ഞളും ഉപ്പുമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. മഞ്ഞളും ഉപ്പും ഡാഡി ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നാരങ്ങ നീരാണ്. 2 നാരങ്ങ ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നാരങ്ങ നീര് ചേർത്ത് കൊടുത്തു. അത് ഇറച്ചിയൊക്കെ ഒന്ന് നന്നായി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തായിട്ട് നമ്മളിതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഓയിലും കൂടി ചേർത്ത് നമ്മൾ നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ മസാല നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഡാഡി നല്ലപോലെ അത് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ആ മസാല നല്ലപോലെ മിക്സ് ചെയ്യാണ്. കണ്ടോ, നല്ലപോലെ അതൊക്കെ ഇങ്ങനെ ഒരുമിച്ചാവുന്ന രീതിയിൽ ഡാഡി അതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഓരോ ചിക്കനിലേക്ക് ഇത് നല്ലപോലെ പുരട്ടിയെടുക്കാൻ പോവാണ്. ആ വരഞ്ഞ് വെച്ചതിൻ്റെ ഇടയിലൊക്കെ നല്ലപോലെ പിടിക്കത്തക്ക രീതിയിൽ അത് പുരട്ടി വയ്ക്കുകയാണ്. ഇതിപ്പോൾ ഒരു സന്ധ്യ നേരത്താണ് നമ്മൾ ചുടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളന്ന് രാവിലെ തന്നെ ഇത് പുരട്ടി വെക്കുകയാണ് കേട്ടോ എപ്പോഴും ചെയ്യാറ്. അതുപോലെ തന്നെ ഡാഡി ഇത് രാവിലെ തന്നെ പുരട്ടി വെക്കുകയാണ്. ഇനി ഇത് വൈകിട്ടാണ് ഞങ്ങൾ ചുട്ടെടുക്കുന്നത് കേട്ടോ.
ഒരു ക്യാമ്പ് ഫയർ സെറ്റപ്പ് പോലെയൊക്കെ ആക്കിയിട്ടാണ് ഞങ്ങളിത് ചുട്ടെടുക്കാറ്. അതിന് ചുറ്റും എല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞും അങ്ങനെയൊക്കെയാണ് ഞങ്ങളിത് ചെയ്യാറ് കേട്ടോ. മുൻപൊക്കെ ഡാഡി ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ഓരോ വെക്കേഷനിലും ഇതുപോലെ ഞങ്ങൾ കോഴി ചുടലും അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ടാകാറുണ്ട്. അന്നൊക്കെ ഡാഡിയുടെ 6 പെങ്ങന്മാരും അവരുടെ മക്കളും ഒക്കെ കൂടി ഒരു വലിയ ആഘോഷം പോലെയായിരുന്നു. എന്താ പറയുക, ഒരു സൈഡിൽ ഇങ്ങനെ കോഴി ചുട്ടെടുക്കുന്നുണ്ടാവും, ഒരു സൈഡിൽ ദോശയും കാന്തി ചട്നിയൊക്കെ റെഡിയാവുന്നുണ്ടാവും, അതുപോലെ തന്നെ പൊറോട്ട, അങ്ങനെ പലതും ആയിട്ട് ഒരു നല്ല രീതിയിൽ ഞങ്ങൾ ആഘോഷിക്കുമായിരുന്നു എല്ലാ പ്രാവശ്യവും. അപ്പോൾ ആ ഒരു ഓർമ്മകളുടെ ഒക്കെ ഒരു പുതുക്കലാണ് കേട്ടോ ഈ പ്രാവശ്യം ഞങ്ങളിങ്ങനെ ചെയ്യുന്നത്. ഇതാ ഡാഡി ഗ്രില്ല് ചെയ്യാനുള്ള കനൽ കത്തിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതാ കോളിട്ട് കൊടുക്കുകയാണ്. ഇതാ നടുവിൽ ഇങ്ങനെ ചെറുതായി കത്തിച്ചിട്ട് ഡാഡി ഇങ്ങനെ വീശി വീശി ആ മൊത്തം കനലും നല്ലപോലെ കത്തിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഡാഡി വീശിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇട്ട് കൊടുത്തിട്ടുള്ള എല്ലാ കനലും ഇങ്ങനെ നല്ലപോലെ കത്തി പിടിക്കണം, എന്നാലേ ഗ്രില്ല് ചെയ്യുമ്പോൾ നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടുള്ളൂ. കണ്ട, ഇനി ആ കത്താത്ത കനലുകളിലൊക്കെ ആ തീരെ മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ കുടുംബം എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ചെയ്യുകയും ആ ചൂട്ടോട് കൂടി തന്നെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് വലിയൊരു രസമുള്ളൊരു കാര്യമാണ് കേട്ടോ ശരിക്കും. ഇതപ്പോൾ കനലൊക്കെ നല്ലപോലെ കത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതാ കത്തി പിടിച്ച് തുടങ്ങിയിട്ടാ. ഇത് കത്തി കിട്ടാൻ ഇത്തിരി ടൈം എടുക്കും, എങ്കിലും നല്ലപോലെ കത്തി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കനലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം വേഗം തന്നെ ചുട്ടെടുക്കാൻ പറ്റും. ഇതാ കണ്ടോ, ഇതാ കനൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും നല്ലപോലെ കനലായിട്ടുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് നമ്മുടെ ഗ്രില്ല് വെച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം മസാല പിടിച്ച ചിക്കനാണ് കേട്ടോ നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. നല്ല രീതിയിൽ ഞാൻ തന്നെയാണ് അത് അടുക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെ എൻ്റെ കല്യാണത്തിന് ശേഷം ഈ വിശേഷങ്ങളൊക്കെ, അതായത് പണ്ട് എൻ്റെ വീട്ടിൽ ഡാഡി ഇങ്ങനെ ചെയ്യുമായിരുന്നു ഒക്കെ ഞാനിങ്ങനെ ഹസ്ബൻഡായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ഹസ്ബൻഡ് വലിയൊരു ആഗ്രഹമായിരുന്നു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ ഡാഡി ഞങ്ങളുടെ കൂടെ വന്നു. ഇവിടെ ഞങ്ങളുടെ ഹസ്ബൻഡ് ഇവിടെ തൃശ്ശൂരാണ്. ഇവിടെയാണ് ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി ഇത് ആഘോഷിക്കുന്നതായിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണത്. ഡാഡി മമ്മിയും പാലക്കാട് നിന്ന് വന്നതാണ്. അവിടെ എൻ്റെ മക്കളൊക്കെ ഇവിടെ ആയതുകൊണ്ട് ഡാഡിക്ക് അവിടെ ആഘോഷിക്കുന്ന ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടി ഇവിടെ ചെയ്യാമെന്ന് കരുതി. ഇതായിപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. ഒലിവ് ഓയിലാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ തേച്ച് കൊടുക്കുന്നത്. ഇനി ആ ചൂട് നല്ലപോലെ കിട്ടാൻ വേണ്ടി ഡാഡി ഇങ്ങനെ വീശി കൊടുക്കുകയാണ്. ഇതാ ഇവിടെ ടെൻറ്റിനകത്ത് എൻ്റെ 2 മക്കൾ ഇവിടെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവരത് അതിനകത്ത് ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും എപ്പോഴാണ് ഈ ചിക്കൻ ആവുന്നതെന്ന് നോക്കിയാണ് ഇരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ കാണിക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഡാഡി ഇതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെന്തോന്നൊക്കെ ഞങ്ങൾ നോക്കിയായിരുന്നു. നല്ല പോലെ വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഡാഡിയുടെ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഈ വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ബർത്ത്ഡേ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞു 3 ദിവസമായിരുന്നു ആഘോഷം എന്ന്. അപ്പോൾ ഇനിയും ബർത്ത്ഡേയുടെ വീഡിയോസ് വരുന്നതായിരിക്കും. കുറച്ച് നല്ല നല്ല റെസിപ്പീസ് ഞാനിതിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കണൊന്നും പ്രസ് ചെയ്യാൻ ആരും മറക്കരുത്. ഇനി ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല, എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.